മിസ്റ്റർ നന്ദൻ, നന്ദ, ഇതെന്താന്ന് പറയാവോ? അതെന്തോ ആയിക്കോട്ടെ, പ്ലീസ് പ്രകാശൻ, എന്നെ ഒന്ന് മോചിപ്പിക്ക്. ഇതെന്തോന്നാ നന്ദ? നമ്മൾ ആരെയും മോചിപ്പിക്കുന്നത്? തടവിലായവരെ ആണേ. എടാ, നീ ഇവിടെ തടവിലാണോ? അങ്ങനെയാണല്ലോ ഈ നന്ദന്റെ പറച്ചിലിന്റെ അർത്ഥം. നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന് ഒരിടത്ത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. സാമാന്യ ബുദ്ധിയുള്ളവർ ആവശ്യപ്പെടുന്നത് ഇവിടെ നിന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞു വിടരുത് എന്ന്. എടാ സനല്, നന്ദൻ പറയുന്നത് കേട്ടില്ലേ, മോചിപ്പിക്കണമെന്ന്. എന്ന് വെച്ചാ നന്ദനെ കാത്തിരിക്കുന്ന ഏതെങ്കിലും കത്തിക്കോ തോക്കിനോ നേരെ പറഞ്ഞു വിടണമെന്ന്. അതെ, അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. അമ്മാതിരി കേസ് കിട്ടുള്ളൊന്നും പ്രകാശൻ എടുക്കില്ല. മുമ്പൊരു സമയത്ത് ഞാൻ അല്പം കുഴപ്പക്കാരനായിരുന്നിരിക്കും. പക്ഷെ ഇപ്പൊ ഞാൻ തെളിഞ്ഞ മനുഷ്യനാ. തെളിഞ്ഞ മനുഷ്യൻ. ജയിലിൽ എന്നെ മറ്റൊരാളാക്കി. എടാ, ഞാനിത് നിനക്ക് വേണ്ടിയിട്ടാ പറയുന്നതെന്ന് നിനക്കൊരിക്കൽ മനസ്സിലാവും. ഇത് കുറച്ച് ഡ്രസ്സുകളാ. ഷർട്ടും പാന്റും ജീൻസും ഒക്കെ ഉണ്ട്. എല്ലാം പ്രീമിയം ബ്രാൻഡാ. ഇതൊക്കെ ആർക്കാ? ആരാച്ചാർക്കും. ചേട്ടാ പാടെ ചോദിക്കുന്ന കേട്ടില്ലേ, ആർക്കാന്ന്? എടോ, തനിക്ക് വേണ്ടിയോടെ കൂട്ടുകാരാ. നന്ദ, നമ്മളെപ്പോഴും ഈ ഡ്രസ്സിൽ ശ്രദ്ധിക്കണം. അതിപ്പിന്നീ അകത്തായാലും പുറത്തായാലും. ഞാനേ ജയിലിൽ കിടന്നപ്പോ അവിടുത്തെ വെള്ള യൂണിഫോം ഇട്ട് ഞാൻ തന്നെ മടുത്തു. ഇപ്പൊ ഞാൻ പരോളിൽ ഇറങ്ങിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിലൊക്കെ ഞാൻ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ധരിക്കല്ലേ. നന്ദ, ജീവിതം ഇഷ്ടത്തോടെ ആഘോഷിക്കണം നന്ദ. നീ ഇതങ്ങോട്ട് പിടിച്ച്, നിനക്ക് ഇഷ്ടപ്പെടും. എനിക്കിത് വേണ്ട പറഞ്ഞില്ലേ? ഇടാ, ഇവന്റെ കാര്യം തനിക്ക് വേണ്ടെങ്കിലേ എനിക്ക് വേണം. നീ എന്നെ കൊണ്ട് കാശ് ചെലവഴിപ്പിക്കുന്ന വിഷമം കൊണ്ടല്ലേ വേണ്ടെന്ന് പറഞ്ഞ. ഞാൻ കാരണം വിഷമിച്ച ഒരാൾക്ക് വേണ്ടി ഞാൻ കുറച്ച് കാശ് വലിച്ചെറിയുന്നു, അത്രേ ഉള്ളൂ. താൻ എന്റെ ഗസ്റ്റാ. എന്റെ അതിഥി ഇങ്ങനെ ഒരേ ഡ്രസ്സുകളുമായിട്ട് കഴിയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ യുക്താനുസരണം മാറ്റി നല്ല കുട്ടപ്പനായിരിക്കണം. ഞാനിതിവിടെ വെച്ചേക്കാം. ഇനിയും കുറച്ച് ദിവസം ഇവിടെ കഴിയേണ്ടതല്ലേ. എന്താ പറഞ്ഞേ? കുറെ ദിവസം ഇവിടെ കഴിയണമെന്നോ? അത്ര കൂടുതലൊന്നുമില്ല. ഒരു 2-3 മാസം കൂടി. നീ ഓടൂല്ലടാ. എന്താണ് നീ കാണിച്ചത്? നന്ദന് ദേഹത്തോടെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? സോറി സാർ, പെട്ടെന്ന് അവൻ ഓടുന്ന കണ്ടപ്പോ. ആരോടി? നന്ദന് തമാശ കാണിച്ചല്ലേ? അല്ല പറ്റുക? സത്യത്തിൽ നന്ദ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നോണ്ടാ ഇവൻ തല്ലിയത്. ഇപ്പൊ തന്നെ കൊച്ചുകുട്ടികള് തീയിൽ തൊടാനായിട്ട് കൈ നീട്ടുമ്പോ അച്ഛനും അമ്മയും തട്ടി മാറ്റും. എന്തിനാ? രക്ഷിക്കാൻ വേണ്ടി. ഇതും അതുപോലെ തന്നെ നന്ദ. എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണം. ദേവി ഒന്ന് കാണണം. 2 ദിവസത്തേക്ക് എന്നെ ഒന്ന് പറഞ്ഞുവിട്. ഞാൻ എല്ലാവരും കണ്ട് തിരിച്ചു വന്നോളാം. 2 ദിവസത്തേക്കല്ല, 2 നിമിഷത്തേക്ക് പോലും ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപകടവാ. പറഞ്ഞില്ലേ? നിന്റെ രക്തത്തിന് വേണ്ടി ചുറ്റിലും ആൾക്കാരുണ്ട്. നന്ദന്റെ വീടിനടുത്തും ബന്ധുക്കളുടെ വീടിനടുത്തും ഒക്കെ ചാരക്കണ്ണുകളുണ്ട്. നന്ദന്റെ തലവട്ടം കണ്ട അന്നേരം തന്നെ കൊലയാളികൾക്ക് സൂചന കിട്ടും. തീർന്നു, അതോടെ എല്ലാം തീർന്നു. നീ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരല്ല നിന്റെ ശത്രുക്കള്. എതിർത്ത് നിൽക്കാൻ പറ്റില്ല. തൽക്കാലം ഒളിഞ്ഞിരിക്കേ രക്ഷയുള്ളൂ. നന്ദ, എടാ, നിന്റെ ജീവന് മേലുള്ള ഭീഷണിയൊക്കെ അവസാനിച്ച് ഞാൻ നിന്നെ പുറത്തുവിടും. എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടെ ഇട്ടിരിക്കുന്നേ. അതെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ഹാപ്പി ആയിട്ടിരിക്കേ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ കിട്ടും. അപ്പൊ ശരി. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണം. അളവ് ശരിയിലേക്ക് പറയണം. മാറ്റി വാങ്ങിക്കാം, അല്ലെങ്കിൽ പുതിയ എത്തിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.